ഹലോ അച്ഛന്മാരെ, റൈഡർ സ്ലീറ്റ് ബോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ആൾ കേരള റൈഡ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്കുള്ള കുറച്ച് എപ്പിസോഡുകൾ ഡിലേ ആവുന്നുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മെമ്മറി കാർഡിൻ്റെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അതൊക്കെ വീട്ടിൽ ചെന്നിട്ട് ഉടനെ സെറ്റാക്കാം. ഇപ്പോൾ ഏകദേശം 1 മാസത്തോളം കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഇപ്പോൾ നമ്മളെവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വൈറലായ ഒരു ലംബോർഗിനിയുടെ അടുത്താണ് കേട്ടോ. ലംബോർഗിനി മാത്രമല്ല, ലംബോർഗിനി ഉണ്ടാക്കിയ അനസ് ബ്രോയുടെ അടുത്താണ്. അപ്പം ആ ഒരു ലംബോർഗിനി നിങ്ങളെല്ലാവരും കണ്ടായിരിക്കും. ആ ഒരു ലംബോർഗിനിയുടെ വിശേഷവും ഒപ്പം തന്നെ ആ ഒരു ലംബോർഗിനി ഉണ്ടാക്കി വൈറലായതിനു ശേഷം ബ്രോയുടെ ലൈഫിൽ വന്ന മാറ്റങ്ങളും എല്ലാം കൂടെ കൊണ്ട് ചെറിയൊരു വീഡിയോ ഉണ്ടായിരുന്നത് ചിന്നക്കനാലാണ് കേട്ടോ. അപ്പോൾ ചിന്നക്കനാലിന് തൊട്ടടുത്താണ് ബ്രോയുടെ വീടും കാര്യങ്ങളൊക്കെ, രാജകുമാരി എന്ന് പറയും. ആ ഒരു സ്ഥലത്തിലൂടെയാണ് ബസ് ചെയ്തത്. അപ്പം നമ്മൾ എന്തായാലും ബ്രോയെ കണ്ടിട്ടേ പോകത്തോളം എന്നുള്ള ഒരു ഇതിലായിരുന്നു. അപ്പോൾ എന്തായാലും ബ്രോയെ കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം, വിശേഷങ്ങളും കാര്യങ്ങളും. ഓക്കെ, ലംബോർഗിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും ഒരു ഡ്രീം കാറൊക്കെ ആയിരിക്കും. അപ്പം സ്വന്തമായിട്ട് ഒരു ലംബോർഗിനി വാങ്ങാൻ പറ്റാത്തത് കൊണ്ട് സ്വന്തമായിട്ടൊരു ലംബോർഗിനി നിർമ്മിച്ച് വൈറലായ നമ്മുടെ സ്വന്തം അനസ് ബ്രോ. അപ്പോൾ കണ്ടതിൽ ഭയങ്കര സന്തോഷം. അപ്പം പിന്നെ എന്താണ് ഇപ്പോഴത്തെ ജീവിത രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഉള്ളതിനെക്കാട്ടി എന്തൊക്കെ മാറ്റങ്ങളാണ് ലംബോർഗിനിയിലൂടെ വൈറലായപ്പം അനസ് ബ്രോയുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത്? പണ്ടത്തെ അതേ സെറ്റപ്പ് തന്നെയാണ്. പിന്നെ ആൾക്കാര് തിരിച്ചറിയാൻ തുടങ്ങി. ഒരുപാട് പേര് ഒത്തിരി കോൾസ് ഒക്കെ വരുന്നുണ്ട്. പുറത്തുനിന്നൊക്കെ ആണെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് കോൾസ് വരുന്നുണ്ട്. അങ്ങനെ സന്തോഷം. ഓക്കെ ബ്രോ, ഇപ്പൊ ഇത് എത്ര നാളുടെ ഒരു കഷ്ടപ്പാടാണ്, എത്ര നാളത്തെ കഷ്ടപ്പാടാണ് ഇത്? 1.5 വർഷം എടുത്തു. 1.5 വർഷത്തെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആയിരുന്നല്ലേ? അപ്പൊ ഇതാണോ ഫസ്റ്റ് പ്രോജക്റ്റ്, അല്ലോ ഇതോ ഇതിനു മുമ്പൊക്കെ എന്തെങ്കിലും ചെറിയ രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഒരു സൈക്കിൾ അത് ഒരു R15 പോലെ കൺവേർട്ട് ചെയ്തിട്ടൊക്കെ. R15 പോലെ കണ്ടിട്ട് അത് ഇവിടെ ഉണ്ടോ അതോ? ഇല്ല, അത് ഒത്തിരി വർഷം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ ടൈം. കുഞ്ഞുനാൾ മുതലേ ഈ ഒരു അഭിരുചിയുള്ള ആളായിരുന്നല്ലേ? ഓക്കെ, അപ്പം ഈ ഒരു ഇതിലോട്ട് എത്താനുള്ള പ്രചോദനം അല്ലെങ്കിൽ എന്തെങ്കിലും ലൈഫിൽ ഒരു ചെറിയൊരു ട്രെയിനിങ് പോയിന്റ് ഉണ്ടായിട്ടാണോ ഇങ്ങനെ ഒരു ഡ്രീം ചെയ്യണമെന്നുള്ള ഒരു തോന്നൽ വന്നത്? ശരിക്കും പറഞ്ഞാൽ ഞാൻ പാലക്കാട് ലീഡ് കോളേജ് എന്ന് പറയും, അവിടെ MBA ചെയ്തത്. അപ്പൊ MBA കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മുടെ പൊട്ടൻഷ്യൽ ശരിക്കും മനസ്സിലായത്. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു കൺസെപ്റ്റിലോട്ട് വന്നത്. അപ്പൊ ഒരുപാട് പ്രമുഖരൊക്കെ കാണാൻ വന്നിട്ടുണ്ട്. ഇപ്പൊ തന്നെ നമ്മുടെ അരുൺ സ്മോക്കി ചെയ്ത വീഡിയോയിലൂടെയാണ് ഒരുപാട് പേര് നമ്മുടെ ബ്രോയെ അറിഞ്ഞത്. അപ്പൊ ഞാൻ റൈഡിലായിരുന്നു. അപ്പോഴേ ഞാൻ വിചാരിച്ചു എന്തായാലും വന്ന് ബ്രോയെ കണ്ടിട്ട് പോകണമെന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ എന്തായാലും കാണാൻ പറ്റിയ സന്തോഷം. അപ്പം വണ്ടിയുടെ വിശേഷങ്ങൾ, വണ്ടിയുടെ ഒരു ചെറിയൊരു കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞാലോ. അപ്പൊ ആദ്യം തന്നെ വണ്ടിയിൽ എങ്ങനെയാണ് ഈ ഒരു എങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത്, ഇതിന്റെ ഒരു മെറ്റീരിയലും കാര്യങ്ങളൊക്കെ? ആദ്യം നമ്മള് GI പൈപ്പ് വെച്ച് ചേസ് എല്ലാം വെൽഡ് ചെയ്തു. അത് ഞാൻ അളിയന്റെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ടാണ് ചെയ്തത്. കുറച്ച് സ്ട്രോങ് ആയിരിക്കണല്ലോ. അതിനുശേഷം ഇതിന്റെ ഒരു സ്കെൽട്ടൻ, അതായത് കമ്പിയൊക്കെ ഫ്രെയിം പോലെ ശരിക്കും അസ്ഥികൂടം പോലെ തന്നെ ഇരിക്കും, അത് ചെയ്തു. അതിന്റെ പുറമെ ഫ്ലെക്സ്, യൂസ്ഡ് ആയിട്ടുള്ള ഫ്ലെക്സ് ഷീറ്റ് ഒട്ടിച്ച് പെയിന്റ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു സ്കെൽട്ടൻ ഉണ്ടാക്കിയെടുക്കാൻ എന്തെങ്കിലും നമുക്ക് നെറ്റിൽ നിന്നൊക്കെ എന്തെങ്കിലും ബ്രോയ്ക്ക് സഹായമായിട്ട് കിട്ടിയിട്ടുണ്ടോ? നെറ്റിൽ എന്ന് വെച്ചാൽ അതിന്റെ മറ്റേ ടെംപ്ലേറ്റ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ ഒരുപാട് ഡോളർ വേണമായിരുന്നു. നമ്മുടെ സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്ത് കഷ്ടപ്പെട്ട് വളരെ ആ ഒരു രീതിയിൽ. കാരണം വെച്ചാൽ നമ്മൾ വെളിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ഒരു ലംബോർഗിനിയുടെ ആ ഒരു ലുക്ക് തന്നെയാണ് കേട്ടോ കിട്ടുന്നത്. ഈ വെളിയിൽ ഒരു ഫ്ലെക്സ് ഷീറ്റ് ഒട്ടിച്ചുകൊണ്ടാണ് ആ ഒരു കളറിന് ഒരു വ്യത്യാസം അല്ലേ? അപ്പൊ അതിന് വരെ നമുക്ക് വേറെ എന്തെങ്കിലും മെറ്റീരിയൽ യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു? ഫൈബർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മെറ്റൽ ഷീറ്റ് ഒക്കെ യൂസ് ചെയ്യായിരുന്നു. പക്ഷെ അതിനനുസരിച്ചിട്ട് പിന്നെ എന്തെങ്കിലും ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് കൂടെ നമ്മൾ ചെയ്യണല്ലോ. പ്രകൃതിയുമായിട്ട് എല്ലാം യൂസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളാട്ടോ. ഈ ഹെഡ്ലൈറ്റ് വന്നേക്കുന്നത് ഇതെല്ലാം നമുക്ക് ആദ്യം തൊട്ട് തുടങ്ങാം. അപ്പൊ ഈ ഹെഡ്ലൈറ്റിൽ നിന്ന് തുടങ്ങാം. ഹെഡ്ലൈറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇതില്ലേ, ഈ നമ്മുടെ വീടുകൾക്കൊക്കെ ജനലിൽ ഉപയോഗിക്കുന്ന സെയിം ഗ്ലാസ് ആണ് ഈ വെച്ചേക്കുന്നത്. അതിന്റെ അകത്ത് വരുന്ന സംഭവം ഇത് DR ല ഡേ ടൈം തെളിഞ്ഞു കിടക്കും. ഇപ്പൊ വണ്ടി കീ ഓൺ ആക്കാത്തതുകൊണ്ടാണ്. കീ ഓൺ ആക്കി കഴിഞ്ഞാൽ ഇതെല്ലാം വർക്കിംഗ് ആണ്. ഇതെല്ലാം ഈ വൈറ്റ് കാണുന്നത് എല്ലാം ലൈറ്റ് ആണല്ലേ? ലൈറ്റ് ആണ്. അത് ഈ ഷിമ്മിക്കൂടില്ലേ, പോളിത്തീൻ കവർ, ആ സാധനം വെച്ചിട്ടാണ്. അതെല്ലാം യൂസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നല്ലേ? ബിസ്ക്കറ്റിന്റെ കവറൊക്കെ വെച്ചിട്ടാണ് ഇതൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. പക്ഷെ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ എന്തെങ്കിലും ബ്രോ ചെയ്തിട്ടുണ്ടോ, എടുത്തിട്ടുണ്ടോ? വീഡിയോ ഒന്നും ഇല്ല. അയ്യോ, അത് ഭയങ്കര നഷ്ടമായി കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ എടുത്തിരുന്നെങ്കിൽ പലർക്കും അതൊരു പ്രചോദനമൊക്കെ ആയനെ കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ വലിയൊരു സംഭവം അല്ല ഇത്, ചെറിയ രീതിയിൽ ബ്രോയുടെ ഒരു കൺസെപ്റ്റിൽ ചെയ്തിട്ടുള്ള എന്ന് വെച്ചാൽ പാഴ്വസ്തുക്കളൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണല്ലേ? ഓക്കെ, അപ്പം അതാണ് ലൈറ്റിന്റെ കാര്യം പറയാനായിട്ടുള്ളത്. പിന്നെ ഫ്രണ്ട് ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ക്യാമറ ഉണ്ടല്ലേ? ഇത് വർക്കിംഗ് ആണ്. അപ്പൊ ഇത് അതിനകത്ത് സ്ക്രീനിൽ കാണാല്ലേ? ഓക്കെ, ഫ്രണ്ടില് ക്യാമറ ഉള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇത് വരുന്നത് ഒരു പ്ലാസ്റ്റിക് പോലെ ഒരു മെറ്റീരിയൽ ആണ്, എന്നാ ഗ്ലാസ് അല്ല. പ്ലാസ്റ്റിക് എന്ന് വെച്ചാൽ ഫൈബറും പ്ലാസ്റ്റിക് ഒക്കെ പോലത്തെ പോളികാർബൺ ഷീറ്റ് എന്ന് പറയും.
ഇത് സെപ്പറേറ്റ് വാങ്ങിയതല്ലേ? ഓക്കെ ഓക്കെ. അതാണ് ഗ്ലാസ്സിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് പൊക്കാൻ പറ്റുന്ന സൺറൂഫ് ആണോ? സെയിം മെറ്റീരിയൽ തന്നെയാണ്. ഈ ഫ്രണ്ട് ഗ്ലാസ് മാത്രം ഫ്രണ്ടിൽ മാത്രം നമ്മൾ നല്ലത് മേടിച്ചു. ബാക്കി എല്ലാം യൂസ്ഡ് ആയിട്ടുള്ള പഴയത് കളക്ട് ചെയ്ത് സെറ്റ് ചെയ്ത. പവർ വിൻഡോ വരുന്നുണ്ട്. ബാക്കിലോട്ട് വരുമ്പോ ഇതെല്ലാം ആണെങ്കിലും ഗ്ലാസ് എല്ലാം നമ്മൾ അങ്ങനെ ചെയ്തത്. ഓക്കെ ഓക്കെ. ഇതൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ലേ? ഇത് ഫുഡ് ഓപ്പൺ ചെയ്യാം. ഓക്കെ ഓക്കെ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാമോ? ഇവിടെ ലോക്ക് ഉണ്ടേ, അതുപോലെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പൊ എഞ്ചിൻ ഭാഗം മൊത്തം ഈ ബാക്ക് സൈഡിലാണല്ലേ വന്നേക്കുന്നത്? മിഡ് എഞ്ചിൻ ആയതുകൊണ്ട് എഞ്ചിൻ എല്ലാം ബാക്ക് സൈഡിലാണ് വന്നേക്കുന്നത് അല്ലേ? അപ്പൊ ഈ ഒരു ബാക്ക് സൈഡിലല്ലേ നമ്മുടെ എഞ്ചിൻ ഫുള്ള് വരുന്നത്. അപ്പൊ എഞ്ചിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന്. ഇത് നമ്മൾ ഹീറോ ഹോണ്ട ഗ്ലാമറിന്റെ 110 cc എഞ്ചിനാണ് സെറ്റ് ചെയ്തത്. ഓ, ഗ്ലാമർ ബൈക്കിന്റെ എഞ്ചിൻ ആണല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ ഇത് നമുക്ക് ഇലക്ട്രിക് ആക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അതിനുള്ള സ്പേസും അതിന്റെ ഷാഫ്റ്റും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തേക്കാണ്. ഇനിയിപ്പോ എഞ്ചിൻ മേടിച്ചൊക്കെ സെറ്റ് ചെയ്താൽ ഓക്കെ ഓക്കെ. ആ ഒരു രീതിക്കുള്ള കൺസെഷൻ ആണല്ലേ? ഇവിടെയാണ് അതിന്റെ ബാറ്ററി ഉദ്ദേശിച്ചേക്കുന്നത് ഈ ഒരു പൊസിഷനിൽ. പിന്നെ അതിന്റെ ഷാഫ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. ഈ റെഡ് ഇത് പോകുന്ന മറ്റേ കാർബറേറ്ററിലേക്ക് എയർ പോകുന്നതാണ്, എയർ ഫിൽട്ടർ ചെയ്യുന്ന. ഈ 2 ബാറ്ററി വെച്ചേക്കുന്നത് ഇതാണല്ലേ മെയിൻ ഇതിന്റെ ബാറ്ററിയുടെ സോഴ്സ്. മെയിൻ ബാറ്ററി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇലക്ട്രിക് സാധനങ്ങളെല്ലാം വർക്ക് ചെയ്യും. ഈ ബാറ്ററി എന്ന് പറഞ്ഞാൽ സെൽഫ് സ്റ്റാർട്ടിന് വേണ്ടി മാത്രം. ഓക്കെ ഓക്കെ. ഇത് നമ്മുടെ 800 ബാറ്ററി. ഓക്കെ ഓക്കെ. അപ്പൊ ഇത്രയാണ് എഞ്ചിൻ ഭാഗത്ത് പറയാനായിട്ടുള്ള. ഈ ഫാൻ അഡീഷണൽ നമ്മൾ കൊടുത്തേക്കുന്നത്. അതെ, ഇത് നമ്മുടെ എയർ കൂൾഡ് എഞ്ചിൻ അല്ലേ വരുന്നത്. അപ്പൊ ഫാൻ കൊടുത്ത് തണുപ്പിക്കുക എന്നുള്ള, എഞ്ചിൻ തണുപ്പിക്കുക എന്നുള്ള ഒരു ഇതിലാണല്ലോ. ഓക്കെ ഓക്കെ. ബാക്ക് സൈഡിലും ഒരു ക്യാമറ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഫ്രണ്ടിൽ നിന്നുള്ളതും ബാക്കിൽ നിന്നുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ ക്യാമറ ഒപ്പിയെടുക്കും. അതുപോലെ തന്നെ ടയറിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ടയറാണല്ലോ. ഇത് വാഗണറിന്റെ യൂസ്ഡ് ടയറാണ്. ഓക്കെ ഓക്കെ. 2 കട്ട് ചെയ്തിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കയറ്റിയിട്ടേക്കാം. അലോയിലൊക്കെ നമ്മൾ തന്നെ വെൽഡ് ചെയ്തെടുത്ത് സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് എന്ന് വെച്ചാൽ എയർ അല്ല, ജസ്റ്റ് കമ്പിയിൽ സെറ്റ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു അലോയി ആണ്. അതിനകത്തേക്ക് നമ്മൾ വാഗണറിന്റെ സ്വന്തമായിട്ട് ചെയ്തെടുത്തേക്കുന്ന ടയറാണല്ലേ? അതെ അതെ. അതിന്റെ അകത്ത് നമുക്ക് ഡിസ്ക് ബ്രേക്ക്, 2 ഡിസ്ക് ബ്രേക്ക് ഉണ്ട്. ഇതിനകത്ത് ഡിസ്ക് ബ്രേക്ക്. ഇതിനകത്ത് ഡിസ്ക് ബ്രേക്ക് ആണ് കേട്ടോ കൊടുത്തേക്കുന്നത്. 2 ഉണ്ട്. അപ്പുറത്ത് 2 കാണാൻ പറ്റുന്നുണ്ട്. ഇരുട്ടാണ്. അതാണ്ട് ഡിസ്ക് ബ്രേക്ക് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതേതിന്റെ നമ്മുടെ പൾസറിന്റെ ഡിസ്ക് ആണല്ലേ യൂസ് ചെയ്തിരിക്കുന്നത്? പൾസറിന്റെ കാലിബറും വരുന്നുണ്ട്. ഓക്കെ ഓക്കെ. നമ്മള് മാരുതി 800 മാസ്റ്റർ പമ്പിലേക്കാണ് അത് കൊടുത്തേക്കുന്നത്. ഓക്കെ ഓക്കെ. മാസ്റ്റർ പമ്പ് മാരുതിയുടെ അല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിൻ നമ്മുടെ പിന്നെ ഗ്ലാമറിന്റേത്, ഡിസ്കുകൾ വന്നിട്ട് നമ്മുടെ പൾസറിന്റേത്, ഒപ്പം തന്നെ മാരുതി 800ന്റെ വന്നിട്ട് പമ്പും കാര്യങ്ങളൊക്കെ അല്ലേ? സൈലൻസർ ഡ്യൂക്കിന്റെ സൈലൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വണ്ടി ഭ്രാന്തന്മാർക്ക് കാണാൻ പറ്റിയ ഇതാണ് കേട്ടോ. ഷോക്ക് വന്നേക്കുന്ന യൂണിക്കോണിന്റെ ഷോക്ക്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വണ്ടിയുടെ ഒരു കോംബോ ആണല്ലേ. വേറെ ഏതെങ്കിലും വണ്ടിയുടെ പാർട്സുകൾ യൂസ് ചെയ്തിട്ടുണ്ടോ? പവർ വിൻഡോ വരുന്നത് ഫോർഡ് ഐക്കണിന്റെ അല്ലേ? നാനോയുടെ ഹാൻഡ് ബ്രേക്ക് നാനോടത്. സ്റ്റിയറിംഗ് മറ്റേ മോമോയുടെ സ്റ്റിയറിംഗ്. അത് നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ പറയാം. അപ്പം ഒരു കോംബോ പാക്കാണ് കേട്ടോ. എല്ലാ വണ്ടികളിൽ നിന്നും കൂടെ പറിച്ചെടുത്തിട്ടുള്ള ഒരു കോംബോ പാക്ക്. പക്ഷെ അസംബ്ലിയും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത് ഇതൊക്കെ സ്വന്തമായിട്ട് ചെയ്തേക്കുന്നതാണ്. എല്ലാം തന്നെ ചെയ്തേക്കുന്നതാണ്. അപ്പം വെൽഡ് ചെയ്ത് മാത്രം നമ്മൾ അവിടെ കൊണ്ടുപോയി വെൽഡ് ചെയ്തല്ലേ? എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തത്. ഇവിടെ ഒരു പൊളി ലുക്കിൽ കിടപ്പുണ്ട്. അപ്പൊ നമുക്ക് അകത്തേക്കൊന്ന് നോക്കിയാലോ? ഫ്യൂലിന്റെ. ഓക്കെ ഓക്കെ. ഫ്യൂൽ ഇപ്പൊ എണ്ണ അടിക്കുന്ന സ്ഥലം നമ്മുടെ ഈ ഒരു സൈഡിലായിട്ടാണല്ലേ വരുന്നത്? ഇതൊരു പഴയൊരു കനാഫ് യൂസ് ചെയ്തിട്ടാണ്. പൊളി. ഫ്യൂല് പമ്പ് ചെയ്യുന്ന കാണാൻ പറ്റും കേട്ടോ. അതൊരു 12 വോൾട്ടിൽ എടുക്കുന്ന ഒരു പമ്പാണ്. വാട്ടറിന്റെ പമ്പാണല്ലേ ഫ്യൂൽ പമ്പായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫ്യൂൽ എടുത്ത് ഇങ്ങനെ കയറി ഇവിടെ ഒരു തൽക്കാലത്തേക്ക് സ്റ്റോർ ചെയ്യാനുള്ള ഒരു സംഭവം ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഫ്യൂൽ പമ്പ് സക്ക് ചെയ്തെടുക്കുക, ഇതിന്റെ അകത്തേക്ക് സ്റ്റോർ ചെയ്യുക. മിച്ചം എന്നിട്ട് ഇതിന്റെ അന്ന് പെട്രോള് കാർബറേറ്റർ വഴി കൊടുക്കും. എന്നിട്ട് മിച്ചമുള്ള പെട്രോൾ ഇപ്പൊ ഇത് നിറഞ്ഞു ഓവർഫ്ലോ ആയിട്ട് തിരിച്ച് അതിനകത്തേക്ക് തന്നെ പോകും. ഇവിടുന്ന് നേരെ അപ്പം നമ്മുടെ പിന്നെ എയർ ഫ്യൂൽ മിക്സ്ചർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇവിടുന്ന് തന്നെ ബാക്കിയെല്ലാം എഞ്ചിന്റെ സെയിം പ്രവർത്തനങ്ങൾ അത് ചെയ്തോളൂ അല്ലേ? കാർബറേറ്റർ ചെറിയ ചെറിയ രീതിയിൽ വലി കൂടാൻ വേണ്ടി ചെറിയ രഹസ്യങ്ങളൊക്കെ ഉണ്ടല്ലേ? അതൊന്നും പറഞ്ഞു തരത്തില്ല. സൈലൻസറിന്റെ ഭാഗം ഇവിടാണല്ലേ? ഡബിൾ സൈലൻസറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 വർക്കിംഗ് ആണോ? ഏത് PVC പൈപ്പ് ആണല്ലേ? കാണുമ്പോൾ തന്നെ അറിയാം. എൽബോ സെറ്റ് ചെയ്തിട്ട് ഉള്ളൊരു സൈലൻസർ ആണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ പിന്നെ എക്സോസ്റ്റ് നമ്മുടെ എഞ്ചിൻ കട്ട് ചെയ്ത് 2 ആക്കിയിട്ടുണ്ടോ? എക്സോസ്റ്റ് 2 ആക്കിയിട്ടുണ്ട്. ഇവിടെ കട്ട് ചെയ്ത് 2 ആക്കി. ഇതിപ്പോ ഡ്യൂക്കിന്റെ ഈ വാൽവ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെ പോകത്തില്ല. ഡയറക്റ്റ് ഇപ്പുറത്തൂടെ വന്നിട്ട് അവിടെ നമ്മൾ ഒരു ഡിഫ്യൂസർ ഒക്കെ സെറ്റ് ചെയ്യണം ഓർത്തോണ്ടായിരുന്നു. ഭയങ്കര റേറ്റ് ആയതുകൊണ്ട് മേടിച്ചിട്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് എഞ്ചിൻ ഭാഗം പറയാനുള്ളത്. ഇതിപ്പോ താത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ നമ്മുടെ ബാക്ക് സൈഡിലെ സ്പോയിലറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇനി അകത്തോട്ട് കയറിയാലോ? അകത്തേക്ക് കയറാനായിട്ട് തുറന്ന് അയ്യോ മുകളിലോട്ടാണല്ലേ? ഞാൻ നമ്മുടെ സാധാ ഇത് തുറക്കുന്ന പോലെയൊക്കെ തുറന്നു. ഓക്കെ. ഇത് ലംബോർഗിനിയുടെ
ഒരു സെയിം സാധനം തുറക്കുന്നത് പോലെ തുറന്നു കഴിഞ്ഞാൽ അകത്ത് വിശാലമായ 2 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കയറട്ടെ. അത്യാവശ്യം നമുക്ക് കാലൊക്കെ വയ്ക്കാൻ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ഉള്ളിലേക്ക് ഇടാം 2 കാലും. 2 കാലും ഉള്ളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു വിശാലമായ ഒരു സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പം അകത്തുനിന്നുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇതാണ് ഞാൻ പറഞ്ഞ മോമോയുടെ സ്റ്റിയറിംഗ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. റൗണ്ട് സ്റ്റിയറിംഗ് ആയിരുന്നു, അത് ഫ്ലാറ്റ് ബോട്ടം ആക്കി കട്ട് ചെയ്ത് അടിയിൽ ഇത് കൊടുത്തിട്ടുണ്ടല്ലേ. ഇതെല്ലാം സെക്കൻഡ് നമ്മൾ എടുത്താണ്. പിന്നെ ഗിയർ സിസ്റ്റം വരുന്ന ഒറിജിനൽ ലംബോർഗിനിയെ പെഡൽ ഷിഫ്റ്റ്. ലംബോർഗിനിയെ കടത്തി വെട്ടുന്ന രീതിയിലുള്ള ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഗിയർ സിസ്റ്റം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇതിപ്പോ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് 4 ഗിയർ. ഡൗൺ ചെയ്യണമെങ്കിൽ 4th, 3rd, 2nd, ഈ ഒരു ഭാഗത്ത് ഡൗൺ. ഓക്കെ. അപ്പൊ സ്റ്റിയറിംഗ് പിന്നെ അതുപോലെ തന്നെ ഗിയർ ഭാഗമൊക്കെ ഇവിടെയാണ് കേട്ടോ വരുന്നത്. അപ്പൊ തന്നെ മൊബൈലൊക്കെ കണ്ടിട്ട് പോകാനായിട്ട്. അത് നമ്മുടെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഫോണിലാണ് ഇതിന്റെ സ്പീഡോമീറ്റർ ഒക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചായിരുന്നത്. ഇതൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സബ് ഇതിൽ വർക്ക് ചെയ്യും. നമുക്ക് വീഡിയോസ് കാണണമെങ്കിൽ വീഡിയോസ് കാണാം. സബും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് ആ ഒരു ഫോണിനകത്ത് ഒരു ആപ്ലിക്കേഷൻ ആണോ അതോ? അല്ല, അത് ആപ്ലിക്കേഷൻ ആണ്. ഓക്കെ. അത് വെച്ചിട്ടാണ് കേട്ടോ സെറ്റ്. അത്യാവശ്യം നല്ല രീതിയിൽ ഇരിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ, കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. സൺറൂഫ് തുറക്കാൻ പറ്റുന്ന രീതിയിൽ തുറക്കാൻ പറ്റും. സൺറൂഫ് തന്നെ ഓപ്പൺ ആയി വരുന്നുണ്ടോ? അതിന്റെ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് സ്വിച്ച് ആണ് കേട്ടോ. ഈ ഒരു സ്വിച്ചിൽ നിൽക്കുന്ന സമയത്ത് സൺറൂഫ് ഓപ്പൺ ആവും, അതുപോലെ തന്നെ ക്ലോസ്ഡ് ആവും. മോനെ ഇതെങ്ങനെ സെറ്റപ്പ് സംഭവം? ഇത് ശരിക്കും പവർ വിൻഡോയുടെ ചാനലാണ്. അത് ഞാൻ എന്റെ രീതിയിൽ കട്ട് ചെയ്ത് ഓട്ടോയുടെ കേബിളൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് മോട്ടറൊക്കെ ശരിക്കും അതിന്റെ മോട്ടർ ഇവിടെ വരുന്നത്. ആ മോട്ടർ ഞാൻ ഈ കേബിൾ വഴി ബാക്കി കൊണ്ടുപോയേക്കാം. ഇത് 2 കേബിൾ ഉണ്ട് കേട്ടോ. പക്ഷേ ഈ കേബിൾ ഇതിന്റെ അകത്തോടെ എടുക്കാൻ പറ്റത്തില്ലായിരുന്നല്ലേ? ഇല്ല, ഇതൊക്കെ ഞാൻ പിന്നീട് സെറ്റ് ചെയ്തിട്ടുള്ളതാണല്ലേ? അല്ലെങ്കിൽ ഞാൻ അത് കൂടെ. ഓക്കെ. അപ്പം ഈ ഒരു ഭാഗത്ത് ഇത്രയും കാണാം. പിന്നെ കുറെ ലൈറ്റുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ ബ്രോ. ഇതെന്ന് പറഞ്ഞാൽ ബാറ്ററി ലെവൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ബാറ്ററി ഫുൾ ചാർജ് ആണെങ്കിൽ ഇതിപ്പോ 2 എണ്ണം റെഡ് കത്തി കിടക്കുന്നുണ്ട്, ചാർജ് കുറവാണ്. അല്ല, ഇത് ഫുൾ ചാർജ് ആണ്, ഇതില് ബാറ്ററി ചാർജ് കുറവാണ്. ഓക്കെ. 2 ബാറ്ററിയുടെ ആണല്ലോ. ഇതൊരു ബാറ്ററിയുടെ, ഇതൊരു ബാറ്ററി. മെയിൻ ബാറ്ററി ഇതല്ലേ? മെയിൻ ബാറ്ററി ഇതാണ്. അല്ല, മെയിൻ ബാറ്ററി ആണ് ഇപ്പൊ ഡൗൺ ആയി കിടക്കുന്നത്. മെയിൻ ബാറ്ററി ഡൗൺ ആണ് കേട്ടോ. അപ്പം സബ് ബാറ്ററിയിലാണ് ഇത് ഇരിക്കുന്നത്. പിന്നെ ഒരു നീല എത്തിയേക്കുന്നത്. അതിപ്പോ ഹെഡ്ലൈറ്റ് ഓൺ അല്ലേ? അതിന്റെയാണ്. ഹെഡ്ലൈറ്റ് ഓൺ അവിടെ ആണല്ലേ? ഹെഡ്ലൈറ്റ് ഓൺ ഓഫ് സ്വിച്ച് ഒക്കെ. ഇതാണ് ഹെഡ്ലൈറ്റ് ഓൺ ഓഫ്. അയ്യോ, ഇവിടെ കുറെ നിരത്തി പിടിച്ചിട്ടുണ്ട്. എല്ലാം വർക്കിംഗ് ആയിട്ടുള്ള. ഇത് ക്യാമറയുടെ സ്വിച്ച് ആണ്. ഇത് ഹസാർഡ്. പിന്നെ ഇത് 2 എണ്ണം. ഒരെണ്ണം 12 വോൾട്ട് ബാറ്ററി ചാർജർ ഉണ്ട്. അവിടെ മൊബൈൽ നമുക്ക് ഫോണൊക്കെ ചാർജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. പിന്നെ ഇത് കൂടെ ഓൺ ആക്കി കഴിഞ്ഞാൽ സബ് ഓൺ ആവും. പാട്ടൊക്കെ കേട്ട് സുഖിഷ്ടമായി പോകാൻ പറ്റും. പിന്നെ ഇതും വർക്കിംഗ് അല്ലേ? വർക്കിംഗ് ആണ്. ഫുള്ള് വർക്കിംഗ് ആണ് കേട്ടോ. ചോദിക്ക് വേണ്ടി വെച്ചേക്കുന്നതല്ല. അപ്പൊ ഇതെന്താ സാധനം? ഇത് എവിടെ കണ്ടു പറഞ്ഞിട്ടുണ്ടല്ലോ. സെൽഫ് അല്ലേ? നമ്മുടെ ബൈക്കിന്റെ സെൽഫിന്റെ ആ ഒരു പോർഷൻ ആണ് കേട്ടോ. എഞ്ചിൻ ഓൺ ആക്കാൻ പോവാണേ. എഞ്ചിൻ ഓണായി. നമ്മുടെ ബാക്കിലാണ് കേട്ടോ എഞ്ചിൻ. ലംബോർഗിനിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും അല്ലേ? ബാക്കിൽ ഞാൻ ഓടിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് കേറി ആ ഒരു എക്സ്പീരിയൻസ് മാത്രമേ. ഓക്കെ. അപ്പൊ എഞ്ചിൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു ഇതിൽ വെക്കുമ്പോഴത്തേന് എഞ്ചിൻ സ്റ്റാർട്ട് ആവും. കീ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലാമറിന്റെ സെയിം കീ അല്ലേ? കീ എന്ന് പറഞ്ഞേ എന്താണ്? ഗ്ലാമറിന്റെ കീ ആണ് കേട്ടോ. കീയിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ഇത് നമ്മുടെ ഹാൻഡ് ബ്രേക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഹാൻഡ് ബ്രേക്ക് ഇത് ഓട്ടോയുടെ ഹാൻഡ് ബ്രേക്ക് അല്ലേ? നാനോടെ ഹാൻഡ് ബ്രേക്ക്. പിന്നെ ഈ ക്ലച്ച് ഇവിടെ എന്താണ്? ഇത് ഫോർവേഡും ബാക്ക്വേഡും പോകുന്നതാണ്. ഇത് ഇത് താഴത്തോട്ട് ഇട്ടിട്ട് ഫോർവേഡ് പോകും. അഡീഷണൽ ഗിയർ ബോക്സ് ഉണ്ടാക്കണമായിരുന്നല്ലോ. റിവേഴ്സ്. അപ്പം ഫ്രണ്ടിലോട്ട് പോകാനായിട്ട് താത്ത് വെക്കുക, റിവേഴ്സിൽ പോകാനായിട്ട് ഇത് പൊക്കി വെക്കുക. പിന്നെ ഇവിടുത്തെ സ്വിച്ചുകളൊക്കെയോ ഇതൊരു അഡീഷണൽ സെൽഫ് കൊടുത്തതാണ്. അത് ഇൻ കേസ് 2 ബാറ്ററിയും സെൽഫ് ഉണ്ട്. ഓക്കെ. ഇൻ കേസ് ഈ ഒരു സെൽഫ് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ അടുത്ത ബാറ്ററിയിൽ ഈ ഒരു സെൽഫ് വെച്ചിട്ട് എടുക്കാൻ പറ്റുമല്ലേ? ഇത് പിന്നെ സർക്യൂട്ട് ബ്രേക്കർ. ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രിക്കലായിട്ടുള്ള എല്ലാം ഓഫ് ആക്കാനായിട്ട്. ഇൻ കേസ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വന്ന് നമുക്ക് ഫുള്ള് സർക്യൂട്ട് ഓഫ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഓഫ് ആക്കി കഴിഞ്ഞാൽ അത് സെറ്റപ്പ്. ഇവിടെ ഫയർ റെസ്ക്യൂ ഒക്കെ ഒരു സാധനമൊക്കെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം തീ പിടിക്കാൻ സാധ്യതയുള്ള സാധനങ്ങളായതുകൊണ്ട് ഒരു സേഫ്റ്റിയും കൂടെ ഇത് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെയാ ബ്രോ ആക്കുന്നത്? അത് കാണിച്ചു തരാവേ. അത് ലോക്കാ. ഇതിപ്പോ ഞാൻ മറ്റേ പവർ ഇനി അടുത്തത് പവറിന്റെ ആണ് കേട്ടോ. മോനെ പവറിന്റെ ഇട്ടിട്ടുണ്ടേ. പൊളി. ഇതാണ് പവർ വിൻഡോയുടെ കാര്യം പറയാനായിട്ടുള്ളത് കേട്ടോ. അപ്പം ജസ്റ്റ് ഇത് എന്നെ അകത്ത് ഇട്ടിട്ടൊന്ന് പൂട്ടാമോ? ബ്രോ അപ്പുറത്ത് പോയിട്ട്. ഓക്കെ. വേറെ ഇതിനകത്ത് ബാക്കിയുള്ള ഈ ഒരു ഭാഗത്ത് ആക്സിലേറ്റർ, ക്ലച്ച്, ബ്രേക്ക്. നൈസിന് എന്നെ അകത്താക്കി പൂട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ലംബോർഗിനിക്ക് അകത്തായിട്ടുണ്ടേ. എങ്ങനെയുണ്ട്?
അപ്പൊ ഇത്രേ ഉള്ളു കേട്ടോ. ഈ അകത്ത് സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ ഇത്രയാണ് കേട്ടോ. വണ്ടി സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. വണ്ടി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. വണ്ടി റിവേഴ്സ് പോട്ടോ. പൊളി. ഓടിക്കാൻ ഒരു സ്പേസ് ഇല്ല. ഓടിക്കാൻ ഇവിടുന്ന് ഇറക്കാനായിട്ടുള്ളൊരു സ്പേസ് ഇല്ലല്ലേ. പൊളി. മച്ചാമാരെ, അപ്പോഴേ ഈ ഒരു ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തറയിൽ ഫ്ലാറ്റ് ആയിട്ട് കിടക്കണം. അപ്പം നമ്മുടെ ലംബോർഗിനിയിൽ പോലെ തന്നെ ഇവിടെ ഇത് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. ബ്രോ ഒന്ന് ലിഫ്റ്റ് ചെയ്യോ? അപ്പം ബോഡി ലിഫ്റ്റ് ചെയ്യാൻ പോവാണേ, നോക്കിക്കോണേ. പൊങ്ങുന്നുണ്ടേ. ഫുള്ള് പൊങ്ങുന്നുണ്ട്. ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കാം. ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടിക്കൂടി വരുന്നുണ്ട്. ഇത്ര ആയിട്ടുണ്ട്. നേരത്തെ അകത്ത് ഫ്ലാറ്റായിട്ട് തറയിൽ പറ്റി കിടന്നു കേട്ടോ. ഇതിപ്പം നല്ല രീതിയിൽ പൊങ്ങിയിട്ടുണ്ട്. ഇനി ഇത് താക്കാണേ. താന്ന് വരുന്നുണ്ട്. ഹേ ഹേ. നാല് മാർക്ക് കേട്ടോ. അതാണ് പുക വന്ന കണ്ടില്ലേ, 4 സൈഡിൽ കൂടെയും പോകാണ്. ഇതാണ് നമ്മുടെ ഒരു വിഷമമുള്ളത്. ആകെപ്പാടുള്ള ഒരു വിഷമം. ഇതൊക്കെ ബ്രോ വർക്ക് ചെയ്യുന്ന സ്പേസ് ആണല്ലേ. ഇവിടെ വേറെ ആരും ഇല്ലേ? അതോ ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല. എന്ത് ഇത് ഫുള്ള് ഇതായിട്ട് പോയല്ലേ. അപ്പൊ ഇത് കണക്കത്തുള്ള എക്സ്പെരിമെന്റ് ഒക്കെ നടത്താനായിട്ട് ഇവിടെ ആക്കിയേക്കാണല്ലേ. എക്സ്പെരിമെന്റ് നടത്തുന്ന ഒരു റൂമാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഇപ്പം ബ്രോയുടെ ഏറ്റവും വലിയ ഇനിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് വെക്കുക എന്നുള്ളതാണല്ലേ. ഓക്കെ, വീട്ട് ആണ്ട് ഇതൊക്കെ നോക്കി തറയൊക്കെ ഫുള്ള് ഇതായിട്ട് പോയി. ഇത് എന്താ സംഭവിച്ചത്? കഴിഞ്ഞ പ്രളയത്തില് 2019 സംഭവിച്ചതാ, 18 സംഭവിച്ചതാണ്. ഓക്കെ, അപ്പൊ ഇപ്പം താമസിക്കുന്നത് ഇപ്പൊ നമുക്ക് പഴയൊരു വീടുണ്ട്, ചെറിയൊരു വീടാണ്. അത് ഓടായിരുന്നു, ഷീറ്റ് ഇട്ട് എടുത്തു. എന്തായാലും ബ്രോ വീടൊക്കെ ഉടനെ വെക്കാൻ കഴിയട്ടെ. അപ്പം ഇനി എന്തെങ്കിലും പുതിയ കണ്ടുപിടുത്തങ്ങളുണ്ടോ നേരത്തെ പറഞ്ഞ പോലെ? ഇത് ഇലക്ട്രിക് ആക്കണം. അത് കഴിഞ്ഞിട്ട് വീടിന്റെ ഒരു പണി ചെയ്യണം. അത് ഗവൺമെന്റിന് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുവരെ ആരും സപ്പോർട്ട് ഒന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് 1-2 പ്ലാൻസ് ഉണ്ട്. അതൊക്കെ ഹിഡൻ സീക്രട്ട് ആണ് കേട്ടോ. അതൊക്കെ നിങ്ങൾ കണ്ടാൽ മതി, വഴിയെ പാക്കലാം. അപ്പം എന്തായാലും ഭയങ്കര സന്തോഷം കണ്ടല്ലോ കേട്ടോ. അപ്പം ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് അനസ് ബ്രോയുടെ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോ. നമുക്ക് 1 ലാക്ക് അടിക്കാറായിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ എത്തുമ്പോഴേക്കും അടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. 94 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാക്സിമം കയറുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെല്ലൈക്കനും ചോട്ടി പിടിച്ചിങ്ങനെ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും സൈൻ ഓഫ്. ബൈ ബൈ. റൈഡർ സ്ലീപ്പ്.